ഹായ് ഓൾ, വെൽക്കം ടു CIT സമഗ്ര. ഇന്നത്തെ PYQ സെക്ഷനിൽ കേരള ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്കിൽ 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയാണ് പരാജയപ്പെടുത്തിയത്? ഡച്ചുകാരെയാണ് പരാജയപ്പെടുത്തിയത്. പോർച്ചുഗീസുകാരുടെ മേൽ സാമൂതിരിയുടെ പട നേടിയ വിജയത്തിന്റെ പ്രതീകാത്മകമായ ആഘോഷമായി മാമാങ്കവേളയിൽ നടത്തപ്പെട്ടിരുന്നത് ഏതാണ്? പോർച്ചുഗീസുകാരുടെ മേൽ സാമൂതിരിയുടെ പട നേടിയ വിജയത്തിന്റെ പ്രതീകാത്മകമായ ആഘോഷമായിട്ട് മാമാങ്കവേളയിൽ നടത്തപ്പെട്ടിരുന്നത് ഏതാണ്? അത് കപ്പലുകൾ തമ്മിലുള്ള മോക്ക് ഫൈറ്റ് കേട്ടോ. കപ്പലുകൾ തമ്മിലുള്ള മോക്ക് ഫൈറ്റ് ആണ് നടത്തിയിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവിന് മുമ്പുള്ള ഏത് പ്രത്യേക വ്യാപാര കരാറാണ് അറബിക്കടലിലെ സമുദ്രശക്തിയുടെ സന്തുലിതാവസ്ഥയെ ഗണ്യമായി മാറ്റി അതുവഴി മലബാറിന്റെ തീരദേശ വ്യാപാരത്തിന് പിൽക്കാല ദുർബലതയ്ക്ക് പരോക്ഷമായി സംഭാവന നൽകിയത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവിന് മുൻപുള്ള ഏത് പ്രത്യേക വ്യാപാര കരാറാണ് അറബിക്കടലിലെ സമുദ്രശക്തിയുടെ സന്തുലിതാവസ്ഥയെ ഗണ്യമായി മാറ്റി അതുവഴി മലബാറിന്റെ തീരദേശ വ്യാപാരത്തിന് പിൽക്കാല ദുർബലതയ്ക്ക് പരോക്ഷമായി സംഭാവന നൽകിയത്? ഏത് കരാറാണ്? അത് പോർച്ചുഗീസ് കാലിക്കറ്റ് വ്യാപാര കരാർ. 1513 പോർച്ചുഗീസ് കാലിക്കറ്റ് വ്യാപാര കരാർ പ്രകാരമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുമാരുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്ന്? പോർച്ചുഗീസുമാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന: മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു, കാർട്ടർ സമ്പ്രദായം ഏർപ്പെടുത്തി, ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു. ഈ 3 സ്റ്റേറ്റ്മെന്റ് പോർച്ചുഗീസുമായി ബന്ധമുള്ളതാണ്. ഇനി 1663 കൊച്ചി പിടിച്ചെടുത്തു. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബാക്കി 3 പോർച്ചുഗീസുമാരുമായി ബന്ധമുള്ളതാണ്. മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു, കാർട്ടർ സമ്പ്രദായം ഏർപ്പെടുത്തി, ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു. ഓക്കെ, 1663 പിടിച്ചെടുത്തത്, 1503 കൊച്ചി പിടിച്ചെടുത്തത്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ശരിയായിട്ടുള്ളത് മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു, കാർട്ടർ സമ്പ്രദായം ഏർപ്പെടുത്തി, ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു. ഈ 3 സ്റ്റേറ്റ്മെന്റ് പോർച്ചുഗീസുമാരുമായി ബന്ധമുള്ളതാണ്. കൊച്ചി പിടിച്ചെടുത്ത വർഷം 1503. കറക്റ്റ് വരുന്നത് 1503 കൊച്ചി പിടിച്ചെടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവനാരാണ്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവനാണ് ഗിഫോർഡ്. ആരാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവനാരാണ്? ഗിഫോർഡ്. ഇമ്പോർട്ടന്റ് ആണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവനാരാണ്? ഗിഫോർഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741 കുളച്ചൽ യുദ്ധം നടന്നത്. ശ്രീരംഗപട്ടണം സന്ധി നടന്നതോ? 1792 ശ്രീരംഗപട്ടണം സന്ധി നടന്നത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. കുണ്ടറ വിളംബരം നടന്നത് 1809 കുണ്ടറ വിളംബരം നടന്നത്. ഓക്കെ, ഏതൊക്കെ വർഷമായിരുന്നു? കുളച്ചൽ യുദ്ധം നടന്നത് 1741 കുളച്ചൽ യുദ്ധം, ശ്രീരംഗപട്ടണം സന്ധിയാണെങ്കിൽ 1792, ആറ്റിങ്ങൽ കലാപമാണെങ്കിൽ 1721, കുണ്ടറ വിളംബരമാണെങ്കിൽ 1809 കേട്ടോ. 1809. കുളച്ചൽ യുദ്ധം 1741, ശ്രീരംഗപട്ടണ ഉടമ്പടി 1792, ആറ്റിങ്ങൽ കലാപം 1721, കുണ്ടറ വിളംബരം 1809. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാറിലേറ്റ കനത്ത തിരിച്ചടികളിലൊന്നായി വില്യം ലോഗൻ രേഖപ്പെടുത്തിയ സംഭവം ഏതാണെന്ന്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാറിലേറ്റ കനത്ത തിരിച്ചടികളിലൊന്നായി വില്യം ലോഗൻ രേഖപ്പെടുത്തിയ സംഭവം ഏതാണ്? അത് പനമരം കോട്ട ആക്രമണം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാറിലേറ്റ കനത്ത തിരിച്ചടികളിലൊന്നായിട്ട് വില്യം ലോഗൻ രേഖപ്പെടുത്തിയ സംഭവം ഏതാണ്? അത് പനമര കോട്ട ആക്രമണം കേട്ടോ. പനമര കോട്ട ആക്രമണമാണ്. മട്ടാഞ്ചേരി പാലസ് ഈസ് ആൾസോ കാൾഡ് ആസ് ഡാഷ്. മട്ടാഞ്ചേരി പാലസ് ഈസ് ആൾസോ കാൾഡ് ആസ് ഡച്ച് പാലസ്. ഡച്ച് പാലസ്. മട്ടാഞ്ചേരി പാലസ് കാൾഡ് ആസ് ഡച്ച് പാലസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 19-20 നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പരിഷ്കാരങ്ങളെ ക്രിസ്ത്യൻ മിഷനറിമാരുടെ വിദ്യാഭ്യാസ സംഭാവനകൾ എങ്ങനെ സ്വാധീനിച്ചു? 19-20 നൂറ്റാണ്ടുകളിലെ കേരളത്തിലെ 19-20 നൂറ്റാണ്ടുകളിലെ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പരിഷ്കാരങ്ങളെ ക്രിസ്ത്യൻ മിഷനറിമാരുടെ വിദ്യാഭ്യാസ സംഭാവനകൾ എങ്ങനെ സ്വാധീനിച്ചു? ഓപ്ഷൻസ് പറഞ്ഞില്ല, കറക്റ്റ് ആൻസർ വായിക്കാം. ശാസ്ത്രവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും എല്ലാവർക്കും ലഭിക്കാൻ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു. എന്താണ്? ശാസ്ത്രവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും എല്ലാവർക്കും ലഭിക്കാൻ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജെയിംസ് ഡാറ എന്ന അയർലൻഡുകാരൻ കേരള ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാനുള്ള കാരണം എന്താ? ജെയിംസ് ഡാറ എന്ന അയർലൻഡുകാരൻ കേരള ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാനുള്ള കാരണം എന്താണ്? 1859 കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചു. 1859 കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി സ്ഥാപിച്ചു. ജെയിംസ് ഡാറയാണ് 1859 കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മേസ്തിരി എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളത്തിൽ എത്തിച്ചേർന്നത്? മേസ്തിരി എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളത്തിൽ എത്തിച്ചേർന്നത്? പോർച്ചുഗീസ് ഭാഷയുടെ പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് മേസ്തിരി എന്ന പദം. കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? അത് മലബാറാണ്. കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശമാണ് മലബാർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തില് കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്? 742 സസ്യങ്ങൾ കേട്ടോ. 742, 742. ഹോർത്തൂസ് മലബാറിക്കസിലെ കേരളത്തിലെ 742 സസ്യങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാണ് ശരിയായിട്ടുള്ളത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പുറനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപ കാരണമായി. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പുറനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപ കാരണമായി. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഗോത്രവർഗ്ഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ ഒന്നുകൂടി പറയാം. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പുറനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപ കാരണമായി. ഗോത്രവർഗ്ഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. 3 സ്റ്റേറ്റ്മെന്റും ശരിയാട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ്, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കറാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് ആദ്യത്തെ സംഘടിത കലാപം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായിട്ട് വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? വില്യം കീലിംഗ്. വില്യം കീലിംഗ് ആയിരുന്നു 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായിട്ട് വ്യാപാര ഉടമ്പടി കരാറിൽ ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒന്നാം പഴശ്ശി കലാപം 1795 മുതൽ 1799 വരെയായിരുന്നു. ഒന്നാം പഴശ്ശി കലാപം, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793 മുതൽ 1797 വരെയാണ്. 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം നടന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിക്കാനും മധ്യസ്ഥത വഹിച്ചത് ചിറക്കൽ രാജാവാണ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചത് ചിറക്കൽ രാജാവാണ്. വയനാട് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാരുടെ ശ്രമമാണ് രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണം. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമമാണ് രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണം. ഇംഗ്ലീഷ് ജനറൽ ആർത്തർ വെല്ലസ്ലിയാണ് പഴശ്ശി കലാപം അടിച്ചമർത്താൻ നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ജനറൽ ആർത്തർ വെല്ലസ്ലിയാണ് പഴശ്ശി കലാപം അടിച്ചമർത്താൻ നേതൃത്വം നൽകിയത്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെ ശരിയായിട്ടുള്ളത്, ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1795 അല്ല, 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം നടന്നത്. ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചത് ചിറക്കൽ രാജാവാണ്. വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമമാണ് രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണം. ഇംഗ്ലീഷ് ജനറൽ ആർത്തർ വെല്ലസ്ലിയാണ് പഴശ്ശി കലാപം അടിച്ചമർത്താൻ നേതൃത്വം നൽകിയത്. ആർത്തർ വെല്ലസ്ലിയാണ് പഴശ്ശി കലാപം അടിച്ചമർത്താൻ നേതൃത്വം നൽകിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം ആണ്? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതാണ് കുറിച്യ കലാപത്തിന് കാരണം. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചു. അതും കറക്റ്റ് ആണ്. നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചു, നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചു, നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. ആ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോവ ആക്രമിച്ച് കീഴടക്കിയ പോർച്ചുഗീസ് ഗവർണർ ആണ്? ഗോവ ആക്രമിച്ച് കീഴടക്കിയ പോർച്ചുഗീസ് ഗവർണറാണ് അൽഫോൻസോ ഡി അൽബുക്കർക്ക്. അൽഫോൻസോ ഡി അൽബുക്കർക്കാണ് ഗോവ ആക്രമിച്ച് കീഴടക്കിയ പോർച്ചുഗീസ് ഗവർണറാണ് അൽഫോൻസോ ഡി അൽബുക്കർക്ക്. അൽഫോൻസോ ഡി അൽബുക്കർക്കാണ് ഗോവ ആക്രമിച്ച് കീഴടക്കിയ പോർച്ചുഗീസ് ഗവർണർ.
ഗവർണർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലേക്കുള്ള യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന്. കേരളത്തിലേക്കുള്ള യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന്. കേരളത്തിലേക്കുള്ള യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ചുള്ള താഴെപ്പറയുന്ന പ്രസ്താവന ഏതാണ് ശരിയായിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, മലബാർ തീരത്തെത്തി മാഹിയിൽ സ്ഥിരതാമസമാക്കിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് ഫ്രഞ്ചുകാർ. മലബാർ തീരത്തെത്തി മാഹിയിൽ സ്ഥിരതാമസമാക്കിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് ഫ്രഞ്ചുകാർ. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഡച്ചുകാർ സമാഹരിച്ച ആംസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ 740-ലധികം സസ്യങ്ങളുടെ 12 വാല്യങ്ങളുള്ള ഒരു വിജ്ഞാന കോശമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാർ സമാഹരിച്ച ആംസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ 740-ലധികം സസ്യങ്ങളുടെ 12 വാല്യങ്ങളുള്ള ഒരു വിജ്ഞാന കോശമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. വാസ്കോഡഗാമ 3 കപ്പലുകളുമായി ലിസ്ബണിൽ നിന്ന് കപ്പൽ കയറി 1498 കോഴിക്കോടെത്തി. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മലബാറിലെ രാജാക്കന്മാർക്കെതിരെ പോരാടാൻ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു കപ്പലായിരുന്നു കാർത്താസ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, മലബാർ തീരത്തെത്തി മാഹിയിൽ സ്ഥിരതാമസമാക്കിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് ഫ്രഞ്ചുകാർ. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഫ്രഞ്ചുകാരല്ല, പോർച്ചുഗീസുകാരാണ് മലബാർ തീരത്തെത്തി മാഹിയിൽ സ്ഥിരതാമസമാക്കിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാരാണ്. ഡച്ചുകാർ സമാഹരിച്ച ആംസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ 740-ലധികം സസ്യങ്ങളുടെ 12 വാല്യങ്ങളുള്ള ഒരു വിജ്ഞാന കോശമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, വാസ്കോഡഗാമ 3 കപ്പലുകളിലായിട്ട് ലിസ്ബണിൽ നിന്ന് കയറി 1498 കോഴിക്കോട് എത്തി. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. വാസ്കോഡഗാമ 3 കപ്പലുകളിലായിട്ട് ലിസ്ബണിൽ നിന്ന് കപ്പൽ കയറി 1498 കോഴിക്കോട് എത്തി. ഓക്കെ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, മലബാറിലെ രാജാക്കന്മാർക്കെതിരെ പോരാടാൻ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു കപ്പലായിരുന്നു കാർത്താസ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാർത്താസ് എന്നത് ഒരു കപ്പലല്ല, അതൊരു നാവിക വ്യാപാര പെർമിറ്റ് സിസ്റ്റം ആണ്, ഒരു പാസ്സാണ് ഇത് കാർത്താസ് എന്നത്. മലബാറിലെ രാജാക്കന്മാർക്കെതിരെ പോരാടാൻ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു കപ്പൽ എന്നുള്ളത് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാർത്താസ് എന്നത് നാവിക വ്യാപാര പെർമിറ്റ് സിസ്റ്റം ആണ് കാർത്താസ്. ഓക്കെ, താങ്ക് യു.